അതേ രാവിലെ ചിക്കുനെ കൊണ്ടാക്കിയിട്ട് വന്നപ്പോഴത്തേക്കും നല്ല മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കപ്പയും അതുപോലെ നല്ല വേകുന്ന കപ്പയായിരുന്നു കേട്ടോ. അപ്പോൾ ആ കപ്പയും കൂടി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാള മീനാണ് കിട്ടിയത്. വാളയെന്ന് പറയുന്ന എല്ലാ സ്ഥലത്തും വാളയെ നല്ലെന്ന് തോന്നുന്നു പറയുന്നത്. ഞങ്ങളുടെ ഇവിടെ വാളയെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ മീനും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ബോക്സ് കറിവേപ്പും അതുപോലെ തന്നെ മല്ലിയിലയൊക്കെ നമുക്ക് നന്നായിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. കുറച്ച് ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കണ്ടെയ്നറാണ് കേട്ടോ. അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ റൈറ്റ് സൈഡിൽ മുകളിൽ ഞാൻ കൊടുത്തേക്കാം. എൻ്റെ ഡ്രസ്സിൻ്റെ ലിങ്കും അതുപോലെ തന്നെ കൊടുത്തേക്കാം കേട്ടോ. നമുക്ക് കപ്പ നന്നായിട്ട് വേകാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വേഗം തന്നെ ആയി വരും കപ്പ. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് അച്ചാറിനുള്ള മാങ്ങ കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത് കായവും ഉപ്പും ഒക്കെ ആക്കിയിട്ട് കുറച്ച് മുന്നേ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ കപ്പ പുഴുങ്ങാനും അതുപോലെ തന്നെ മീൻ ഫ്രൈ ചെയ്യാനും ഒക്കെ പോയത് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഉപ്പൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് ഇരിക്കുമായിരുന്നു നമ്മുടെ മാങ്ങ. അതുപോലെ തന്നെ അച്ചാറിടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വെളുത്തുള്ളിയും അതുപോലെ വറ്റൽമുളകും കറിവേപ്പിലയും അതുപോലെ ചെറിയ വെളുത്തുള്ളി ചെറിയ പീസുകളായിട്ട് അരിഞ്ഞും ഒക്കെ ഇട്ടിട്ട് ഞാൻ അച്ചാർ വേഗം ഒന്ന് തയ്യാറാക്കി എടുത്തത്. അച്ചാറിന് കളറ് കുറവ് പോലെ തോന്നുന്നത് കശ്മീരി ചില്ലി അല്ലായിരുന്നു, നമ്മുടെ നോർമൽ മുളക് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും കളറ് കുറവായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതേ അതൊക്കെ ആയിട്ടുണ്ട്. ഞാൻ അച്ചാറും കപ്പയും ഒക്കെ കൂട്ടി ഉച്ചയ്ക്ക് കഴിച്ചു കേട്ടോ. ചോറുണ്ടായിരുന്നു, പക്ഷേ ചോറ് എനിക്ക് കഴിക്കാൻ തോന്നിയില്ല കേട്ടോ.